ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറാബച്ചിയുടെ ചാപ്റ്റേഴ്സ് 74 മുതൽ 77 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് തന്ന് എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്ക് ഈ കാഗുറാബച്ചി എത്രയും പെട്ടെന്ന് മാങ്കയ്ക്കൊപ്പം എത്തിക്കാനുള്ളതാണ്. കുറച്ച് തിരക്കുകളുണ്ട്, എന്നാലും ഞാൻ മാക്സിമം സ്പീഡിൽ തീർക്കാനായിട്ട് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ 6000 സബ്സ്ക്രൈബേഴ്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അധിക സമയം കളയുന്നില്ല, നേരെ ചാപ്റ്റേഴ്സിലേക്ക് പോവാം. ഇപ്പോൾ റോക്കുഹിര കൊല ചെയ്യപ്പെട്ടെന്നും അതേപോലെ തന്നെ 6 എൻചാൻറ്റഡ് ബ്ലേഡ്സ് കൊലയാളികൾ മോഷ്ടിച്ചുകൊണ്ടുപോയെന്നും സാമുറായെ വിളിച്ചു പറയുന്നത് കമുനാബിയാണ്. ഇപ്പോൾ ബാക്കി സോഡ് ബെയറേഴ്സിന്റെ ജീവൻ അപകടത്തിലാണ്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അയച്ച ബോഡി ഗാർഡ്സിനോടൊപ്പം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചേരണമെന്ന് കമുനാബി സാമുറയോട് പറയുന്നു. ഇപ്പോൾ ആ ബോഡി ഗാർഡ്സിനെ എല്ലാം കൊന്നിട്ട് അങ്ങോട്ടേക്ക് യൂറ കയറി വരികയാണ്. അവനെ ഇപ്പോൾ സാമുറ തിരിച്ചറിയുന്നുണ്ട്. അതുമാത്രമല്ല അവൻ്റെ കൂടെ 3 പേര് കൂടി ഉണ്ടെന്ന് സാമുറ സെൻസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്, നിങ്ങളാണ് റോക്കുഹിരെ കൊന്നത് അല്ലേ എന്ന് സാമുറ ചോദിക്കുന്നു. അതെ, ഞങ്ങളാണ് ഹിഷാക്കു. ഇനി നിങ്ങളുടെ അടുത്ത ലക്ഷ്യം സോഡ് ബെയറേഴ്സിനെ കൊല്ലുക എന്നുള്ളതായിരിക്കും. അതിനുവേണ്ടിയായിരിക്കും ഇങ്ങോട്ടേക്കും വന്നത് അല്ലേ എന്ന് സാമുറ ചോദിക്കുന്നു. ഇപ്പോൾ ക്ലൗഡ് ഗൗജറിൻ്റെ ആ ഓണറിനെ ഇവർ ആൾറെഡി കൊന്നു എന്ന് പറയുന്നു. സോ ഞങ്ങളുടെ കോട്ട ഇപ്പോൾ തൽക്കാലത്തേക്ക് കംപ്ലീറ്റ് ആയി. ഞങ്ങൾക്ക് മാൻ പവർ വളരെ കുറവാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നത് നിങ്ങളുമായിട്ടൊരു ഡീല് സംസാരിക്കാനാണെന്നും യൂറ പറയുന്നു. ഞാൻ സഹകരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെയും കൊല്ലുമോ എന്ന് സാമുറ ചോദിക്കുന്നു. അതെ, പക്ഷേ നിങ്ങൾ സഹകരിക്കും, കാരണം ഞാൻ ആ പ്രവചിച്ച വലിയ ദുരന്തം അതിങ്ങ് ഏതാണ്ട് അടുക്കാറായി. സാമുറ ഇപ്പോൾ പറയുന്നുണ്ട്, പ്രവചനം കോപ്പാണ്. ആ ഷിനുച്ചി സീല് ചെയ്ത് ഭദ്രമാക്കി വെച്ചിരിക്കുകയായിരുന്നു. നീയൊക്കെ ഇപ്പോൾ അത് മോഷ്ടിച്ചു. ഇനിയാണ് പ്രശ്നം വരാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നീയൊക്കെ കൂടി ചെയ്യുന്ന ഈ പ്രവർത്തികൾ കാരണമാണ് വീണ്ടും മാലിഡിക്ഷൻ ഉണ്ടാവാൻ പോകുന്നത്. നീയൊക്കെയാണ് അതിന് ശ്രമിക്കുന്നത്. യൂറ ഇപ്പോൾ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല. ഷിനുച്ചി എല്ലാ കാലവും അങ്ങനെ സ്റ്റേബിളായിട്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ്? യൂറ എന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, സൈറ്റെ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഷൊക്കോക്കു ഐലൻഡ് മൊത്തമായിട്ട് സീൽ ചെയ്തതാണ്. പക്ഷേ ഷിനുച്ചിയുടെ ആ മാസീവ് അറ്റാക്ക് മൂലം അവിടെ പൂത്ത പൂവുകളൊന്നും ഇപ്പോഴും വാടിപ്പോയിട്ടില്ല. ശരിക്കും അത് ആ സ്പിരിറ്റ് എനർജിയുടെ ഒരു രൂപമാണ് ആ പൂവുകളുടെ രീതിയിൽ പൂത്തു നിൽക്കുന്നത്. യുദ്ധം കഴിയുമ്പോൾ അത് തന്നെ ഡിസപ്പിയർ ആയി പോവേണ്ടതാണ്. സോ ഇപ്പോഴും അത് വാടിപ്പോകുന്നില്ലെങ്കിൽ അതിനർത്ഥം യുദ്ധം തീർന്ന് ഇത്ര വർഷമായിട്ടും സോഡ് മാസ്റ്ററിന്റെ ചോരക്കൊതി മാറിയിട്ടില്ല എന്നാണ്. ഷിനിച്ചിയും സോഡ് മാസ്റ്ററും ഒരു തവണ ഭ്രാന്തളകിയതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാവരുടെയും വിശ്വാസം തകർത്തതാണ്. സോ ഇപ്പോൾ ഷിനിച്ചി സ്റ്റേബിൾ ആണെന്നുള്ള നിങ്ങളുടെ വിശ്വാസവും അതുപോലെ ഏത് നിമിഷവും തകർക്കാവുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ട് ആ സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് യൂറ പറയുന്നു. സോ ആ സാധ്യതയെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുന്നതിന് പകരം സോഡ് മാസ്റ്ററിനെ കൊന്നാൽ നിങ്ങൾ ഓരോ സോഡ് ബെയറേഴ്സിന്റെ ജീവനും അപകടത്തിലാകുമെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവന് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ ആ സത്യത്തെ മറച്ചു. അതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത പാപം എന്ന് യൂറ പറയുന്നു. സോ ഇവൻ ഈ എറ്റേണൽ കോൺട്രാക്ട്സിന്റെ വർക്കിങ്ങിനെ പറ്റി വരെ കൃത്യമായിട്ട് അറിയാമല്ലോ എന്ന് സാമുറ ചിന്തിക്കുന്നു. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സോഡ് മാസ്റ്ററിനെ കൊന്നിട്ട് ഷിനുച്ചിയുടെ ഓണർഷിപ്പ് സ്വന്തമാക്കുക എന്നുള്ളതാണെന്ന് യൂറ പറയുന്നുണ്ട്. ഷിനുച്ചിയുടെ ട്രൂ റിലം അറ്റൈൻ ചെയ്ത് മാലിഡിക്ഷൻ അഴിച്ചുവിട്ടത് സോഡ് മാസ്റ്റർ ആണ്. എന്നാൽ എന്റെ ലക്ഷ്യം ആ മാലിഡിക്ഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണെന്നും യൂറ പറയുന്നു. തന്റെ മോളിപ്പോൾ തന്റെ കൂടെ ഇല്ലല്ലേ എന്ന് യൂറ ചോദിക്കുന്നു. എന്റെ കൂടെ നിന്നാൽ അവൾ കൂടുതൽ വേദനിക്കുകയേ ഉള്ളൂ എന്ന് സാമുറ പറയുന്നുണ്ട്. ഇപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്തതിൽ എനിക്ക് നല്ല നിരാശയുണ്ടെന്ന് യൂറ പറയുന്നു. കാര്യം സാമുറയെ കൊണ്ട് ഈ മിഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ ഒരു കരുവാക്കാൻ ഹിഷാക്കുവിന് പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ഭാവിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാനാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത്. നിങ്ങൾ ചെയ്ത പാപങ്ങൾക്കൊരു പ്രായച്ചിത്തമാകും ഈ മിഷൻ എന്നൊക്കെ യൂറ പറയുന്നു. സാമുറ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇവന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, യുവമാരുടെ കയ്യിൽ എൻചാൻറ്റഡ് ബ്ലേഡ്സ് ഇരിക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല. പക്ഷെങ്കിൽ ഞാൻ ഈ ഡീല് വേണ്ടെന്ന് വെച്ച് ഇവനെ ഇവിടെ വെച്ച് അങ്ങ് കൊന്നു തള്ളിയാലും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. സോഡ് മാസ്റ്റർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രണ്ടാമതൊരു മാലിഡിക്ഷൻ ഉള്ള പോസിബിലിറ്റി അത് തള്ളിക്കളയാൻ പറ്റില്ല. സോ ഇപ്പോൾ യൂറ പറയുന്നു, സൈച്ചി സാമുറ, നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനൊരു അവസാനം കാണാം. സോ അങ്ങനെ തനിക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയാണ് സാമുറ ഈ ഡീലിന് കൈ കൊടുക്കുന്നത്. ഇപ്പോൾ ഇയോറിയെ സാമുറ അവളുടെ ആന്റിയെ ഏൽപ്പിച്ച ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് കുൻഷിക റോക്കുഹിര മരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ സാമുറയുടെ മകളായതുകൊണ്ട് തന്നെ ഇയോറിക്കും കമുനാബിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6 മാസത്തിന് ശേഷം സാമുറ പറഞ്ഞതനുസരിച്ച് മാസുമി മെമ്പേഴ്സ് ഇയോറിയെ കാണാൻ വരുന്നു. അവരവളുടെ മെമ്മറി എല്ലാം ഇറേസ് ചെയ്തിട്ട് അവൾക്കൊരു പുതിയ ഐഡന്റിറ്റി കൊടുക്കാൻ പോവാണെന്ന് പറയുന്നു. സോ ഇനി മുതൽ നിനക്ക് സൈച്ചി സാമുറയുടെ മകളായിട്ടുള്ള കഷ്ടപ്പാട് പിടിച്ച ജീവിതം ജീവിക്കേണ്ടി വരില്ല എന്നൊക്കെ റോ പറയുന്നു. ഇയോറി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, സൈച്ചി സാമുറയുടെ മകളെന്ന ലേബലിൽ ജീവിക്കുമ്പോൾ ഞാൻ കുറേ ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും ഞാനൊരു തടവ് പുള്ളിയെ പോലെയാണ് ജീവിക്കുന്നത്. പക്ഷേ ആ ലേബലിൽ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനൊപ്പം തങ്ങാൻ പറ്റിയിരുന്നു. എൻ്റെ അമ്മയുടെ അവസാനമായിട്ടുള്ള ചിരി ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഇതെല്ലാം മറക്കേണ്ടി വരുമല്ലോ എന്നാണ് ഇയോറി ചിന്തിക്കുന്നത്. ഇപ്പോൾ നിനക്ക് ഞാൻ വേദന മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അച്ഛനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് മാസുമി ടീമിന്റെ കയ്യിൽ സാമുറ കൊടുത്തുവിട്ട ഒരു എഴുത്ത് ഇയോറി വായിക്കുന്നുണ്ട്. സോ ഇപ്പോൾ പ്രസന്റിലേക്ക് വരികയാണ്. ആ സീല് ബ്രേക്ക് ആയിട്ട് ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം ഇയോറിയുടെ മനസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഓ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, അവൾ ആ സീല് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചല്ലോ എന്ന് റോ ചിന്തിക്കുന്നു. ഇപ്പോൾ ചിഹിരോയുടെ വെട്ടുകൊണ്ട് വീണ ഹിരുഹിക്കോയെ ടോട്ടോ വന്നിട്ട് ടെലിപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ തന്നെ വേറൊരു സൈഡിലേക്കാണ് അവനെ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, അത്ര ഗുരുതരമായിട്ടുള്ള മുറിവല്ല എന്ന് ടോട്ടോ എടുത്ത് ഹിരുഹിക്കോ പറയുന്നുണ്ട്. എന്നിട്ട് അവനിപ്പോൾ കുമയൂരി എടുത്ത് തരാനായിട്ട് അവളോട് പറയുന്നു. ഇപ്പോൾ സുമി ആണെങ്കിൽ അവിടെ നിന്ന് ബാക്കി ടീമിനോട് പറയുന്നുണ്ട് നിങ്ങൾ പോയി ഇയോറിയെ ഹെൽപ്പ് ചെയ്യാൻ. അവളെ ഇപ്പോൾ പിന്നെയും കുറെ യാക്കൂസ മെമ്പേഴ്സ് വളഞ്ഞിരിക്കുകയാണ്. അവളിപ്പോൾ ഇക്കൂറയോട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതിന് നന്ദി എന്ന്. എന്നിട്ടിപ്പോൾ അവൾ ഉടനെ കണ്ണടച്ചിട്ട് എല്ലാവരെയും വെട്ടി തള്ളുന്നുണ്ട്. ചിഹിരോയും അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. മിസ്റ്റർ സാമുറയാണോ നിന്നെ സോഡ് ഫൈറ്റിംഗ് പഠിപ്പിച്ചതെന്ന് ഇപ്പോൾ ചിഹിരോ ചോദിക്കുന്നുണ്ട്. അവളിപ്പോൾ പറയുന്നുണ്ട് അതെ, പക്ഷേ ഒരു റിയൽ സോഡ് വെച്ചിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ഇത് ആദ്യമാണെന്ന്. ഇത് കേട്ടിട്ട് ഇപ്പോൾ ചിഹിരോ ഞെട്ടുന്നുണ്ട്. അവൾ വീണ്ടും പറയുന്നു കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫൈറ്റിംഗ് കിടിലമായിട്ട് ചെയ്യാൻ പറ്റും, ചോര കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണെന്ന്. ഇപ്പോൾ അച്ഛൻ എന്നെ വിട്ടുപോയതിനു ശേഷം ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു. കാര്യം എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഞാൻ സ്ട്രോങ്ങർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കാതെ അച്ഛൻ എൻ്റെ ഒപ്പം വന്ന് താമസിക്കാൻ പറ്റും എന്നായിരുന്നു അവൾ വിശ്വസിച്ചിരുന്നത്. ആ ആകാശത്തുള്ളത് എൻ്റെ അച്ഛൻ്റെ സിഗ്നലാണോ, അദ്ദേഹം ഇപ്പോൾ എന്നെ കാണുന്നുണ്ടോ എന്നൊക്കെ അവൾ ചിഹിരോയോട് ചോദിക്കുന്നു. ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട് അതെ, ആ സീലിപ്പോൾ ബ്രേക്ക് ആയല്ലോ, സോ പുള്ളിക്ക് നിന്നെ പറ്റിയുള്ള ഓർമ്മകൾ തിരിച്ചു വന്നു കാണും. പക്ഷേ ഇപ്പോൾ സോഡ് ബെയറേഴ്സിനെ കൊല്ലുക എന്നുള്ള ഒരു മിഷനിൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സാമുറയ്ക്ക് നിന്നെ തേടി ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല എന്ന് ചിഹിരോ പറയുന്നുണ്ട്. സോ ഇപ്പോൾ ഇയോറി ആകെ വിഷമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എത്ര കഷ്ടത അനുഭവിച്ചാലും എൻ്റെ ഫീലിങ്സ് ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ പോകുന്നില്ല അല്ലേ, ഇതിനൊന്നും അപ്പോൾ യാതൊരു അർത്ഥവുമില്ല അല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, മുൻപ് റോയും ഷിബയും ഒക്കെ പറഞ്ഞിരുന്നല്ലോ, അതായത് ചിഹിരോ ഇനി ഒന്നുകൂടി എൻ്റെ പുറത്തെടുത്തു കഴിഞ്ഞാൽ സാമുറ അത് സെൻസ് ചെയ്ത് അവനുള്ളിടത്തേക്ക് വരുമെന്ന്. ടോട്ടോ ഇപ്പോൾ ഹിരുഹിക്കോ പറഞ്ഞതനുസരിച്ച് കുമയൂരി അവന് കൈമാറാനായിട്ട് തുടങ്ങുകയാണ്. അവൾ വീണ്ടും ചോദിക്കുന്നു ഇത് വേണോ, നീ ഇപ്പോൾ ഈ വാള് പുറത്തെടുത്താൽ അത് സെൻസ് ചെയ്ത് സാമുറ ഇവിടെത്തും, ഒന്നാമതേ നിനക്ക് നല്ല പരിക്ക് പറ്റിയിരിക്കുക. ഹിരുഹിക്കോ പറയുന്നുണ്ട് ഇതല്ലാതെ വേറെ വഴിയില്ല, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് ചിഹിരോ എന്തായാലും എൻ്റെ പുറത്തെടുക്കുമെന്നാണ് തോന്നുന്നത്. ഈ ഫൈറ്റ് ആ രീതിക്ക് അങ്ങ് അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ടോട്ടോ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ചിഹിരോ എൻ്റെ പുറത്തെടുക്കൂ, ഒന്നാമതേ സാമുറ അവനെ ഒരു തവണ വെട്ടിയിട്ടതാണ്, പിന്നെ ഇത്രയും ദിവസം അവനതെടുത്ത് യൂസ് ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ അവനെ എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചിഹിരോ ഇപ്പോൾ ഇയോറിയോട് പറയുന്നുണ്ട് ഇല്ല, നിന്റെ കഷ്ടപ്പാടുകളൊന്നും വെറുതെ ആവില്ല, നിനക്കിപ്പോൾ നിന്റെ അച്ഛനെ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും ഇയോറിയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിഹിരോ എൻ്റെ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങുകയാണ്. ഇയോറി ആണെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ട് അതെ, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. ഇപ്പോൾ ഒരേ സമയം ചിഹിരോ എൻ്റെനും ഹിരുഹിക്കോ കുമയൂരിയും പുറത്തെടുക്കുന്നുണ്ട്. ഉടനെ ഇപ്പോൾ ആ ആകാശത്തിലെ ഔൾ സിഗ്നൽ പൂർണ്ണമായിട്ടും മാഞ്ഞു പോയിട്ട് മുകളിൽ നിന്ന് തൂവലുകൾ താഴേക്ക് വീഴുന്നു. ഇയോറി ആണെങ്കിലും ഇപ്പൊ മുകളിലേക്ക് നോക്കുന്നുണ്ട്. അതെ ഗൈസ്, അങ്ങനെ സാമുറ എത്തിയിരിക്കുകയാണ്. പുള്ളി ടോബിമുനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതൊരു കിടിലൻ പാനലാണ്. രണ്ട് വലിയ ജയന്റ് ചിറകൊക്കെ വിരിച്ചുകൊണ്ട് സാമുറ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ സാമുറ അവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ട് ക്രോ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ മുഴുവൻ ഇപ്പം ഇങ്ങനെ തൂവലുകൾ നിറയുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറണം, ഇല്ലെങ്കിൽ ഡേഞ്ചർ ആണെന്ന് ടോട്ടോ ഹിരുഹിക്കോയോട് പറയുന്നുണ്ട്. ഇപ്പൊ ഹിരുഹിക്കോയ്ക്കും അത് അറിയാം. പക്ഷെ ഇവിടെ ഇയോറിയെ സാമുറ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മകളെ കണ്ടതുകൊണ്ട് തന്നെ പുള്ളി കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആണെന്നുള്ള കാര്യം ഹിരുഹിക്കോ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഇയാൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ ഇയോറിയെ ഇവിടുന്ന് തൂക്കണം എന്ന് ഹിരുഹിക്കോ പറയുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ സാമുറ ആ നിന്നിടത്തു നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഹിരുഹിക്കോ കുമയൂരി വെച്ച് ബാങ്ക്വെറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ചെയ്യാനായിട്ട് പോവാണ്. പെട്ടെന്ന് ഇപ്പോൾ അവന്റെ പുറകെ നിൽക്കുന്ന ടോട്ടോയുടെ തല ആരോ അരിഞ്ഞിടുന്നുണ്ട്. ടോബിമുനയുടെ ഒരു ചെറിയ ഗ്ലിംസ് ഇപ്പൊ നമുക്ക് കാണാം. ഇപ്പൊ ഈ ടോട്ടോയുടെ തല വീണത് നോട്ടീസ് ചെയ്തിട്ട് ഹിരുഹിക്കോ ഒന്ന് കണ്ണു വെട്ടിക്കുമ്പോ തന്നെ അവന്റെ തലയും കൈയും എല്ലാം വെട്ടിത്തെറിപ്പിച്ചിട്ട് സാമുറ ടോബിമുനെ തിരിച്ച് ഒറയിൽ വെക്കുന്നുണ്ട്. ഹെജ്ജാതി സ്പീഡ്. ഇപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചിഹിരോയുടെ ചിന്തയിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ ടോബിമുനെ പുറത്തെടുക്കുമ്പോൾ ആ പറന്ന് നടക്കുന്ന തൂവലുകളില്ലേ, അതുപയോഗിച്ചിട്ടാണ് സാമുറ തന്റെ ചുറ്റുപാടുമുള്ള പരിസരം സെൻസ് ചെയ്യുന്നത്. അതേപോലെ ടോബിമുനയുടെ ഒരു പവറാണ് ക്രോ. അത് വെച്ചിട്ട് ആ പറക്കുന്ന തൂവലുമായിട്ട് സാമുറയ്ക്ക് പുള്ളിയുടെ ലൊക്കേഷൻ എപ്പോൾ വേണമെങ്കിലും സ്വാപ്പ് ചെയ്യാം. ഈ ഏരിയ ഫുള്ളും ഇപ്പോൾ തൂവലുകളായതുകൊണ്ട് തന്നെ സാമുറയ്ക്ക് ഏത് നിമിഷത്തിലും എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. ചിഹിരോ ഇപ്പോൾ കുറോ ഷ്രെഡ് ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. സാമുറ ഇപ്പോൾ മാസുമിയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നേ, റോ നിങ്ങളാണോ ആ സീൽ ബ്രേക്ക് ചെയ്തത്? അല്ല, ഞങ്ങളല്ല, അത് ഇയോറി ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് റോ പറയുന്നു. എങ്കിൽ എത്രയും പെട്ടെന്ന് വീണ്ടും അവളുടെ ഓർമ്മകൾ സീൽ ചെയ്യുമെന്ന് സാമുറ പറയുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് നിങ്ങൾക്ക് എന്നോട് ഒന്നും പറയാനില്ല എന്ന് ഇയോറി ചോദിക്കുന്നു. അച്ഛൻ അറിയാവോ ഈ കാലം ഇത്രയും എന്നൊക്കെ പറഞ്ഞാൽ അവൾ വീണ്ടും എന്തൊക്കെയോ തുടർന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സാമുറ ഇതെല്ലാം ഇങ്ങനെ കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇപ്പൊ അവിടെ താഴെ വീണ് കിടക്കുന്ന ഹിരുഹിക്കോയുടെ തല അയ്യോ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സീനിനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. സാമുറ ഇപ്പൊ ഇതിങ്ങനെ ശ്രദ്ധിക്കുമ്പോഴേക്കും പുള്ളി താഴെ നിന്നെടുത്ത ആ കുമയൂരിയും പിന്നെ ഹിരുഹിക്കോയുടെ തലയും ഒക്കെ ഇങ്ങനെ മെൽറ്റായി പോകുന്നുണ്ട്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഓർത്ത് എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഇയോറിയുടെ കണ്ണൊക്കെ ഇങ്ങനെ കിറുങ്ങി പോകുന്നു. എല്ലാവരും നിൽക്കുന്ന ആ സ്ഥലമൊക്കെ ഇങ്ങനെ കൊലാപ്സ് ആയി പോകുന്നു. എല്ലാവരുടെയും ബാലൻസ് തെറ്റുന്നു.
ഈ ബിൽഡിങ്ങിന് ഇത് എന്ത് പറ്റിയെന്ന് ഇക്കുറ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. റോ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഈ ബിൽഡിങ്ങിന്റെ കുഴപ്പമൊന്നുമല്ല, നമ്മളുടെ മൈൻഡിനിട്ട് ആരോ പണിഞ്ഞതാ. ഇതാണ് ബാൻക്വറ്റ്. കുമയൂരിയുടെ ഒരു പവറാണ് ബാൻക്വറ്റ്. ഇത് ഈ ലഹരിയൊക്കെ അടിക്കുമ്പോൾ നമുക്കുണ്ടാക്കുന്ന പോലത്തെ ഹാലൂസിനേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ആദ്യത്തെ മൂവ് ഹിരുഹിക്കോയുടെ വക. സാമുറയുടെ ആ സ്ലാഷ് എല്ലാം ഹിരുഹിക്കോ ഉണ്ടാക്കിയ വെറും ഇല്യൂഷൻ ആയിരുന്നു എന്ന് ചിഹിരോ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഒപ്പിച്ചിട്ട് ആ ഹിരുഹിക്കോ എവിടെയെന്ന് റോ ചോദിക്കുന്നുണ്ട്. സാമുറ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, അവനെ ആ സ്ലാഷ് ചെയ്തു എന്നുള്ള ഫീലിംഗ് വരെ അതേപോലെ കിട്ടി. അത്ര പെർഫെക്റ്റ് ഹാലൂസിനേഷൻ. സാമുറ വരെ ഇതിൽ വീണു പോയല്ലോ എന്ന് ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ മകളുടെ ആ ഒരു പ്രസൻസ് പുള്ളിക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കാം എന്നും അവൻ ചിന്തിക്കുന്നു. ഇപ്പോൾ ഇയോറിയുടെ അടുത്തേക്ക് കൂടുതൽ യാക്കൂസ മെമ്പേഴ്സ് ഓടി ചെല്ലുന്നുണ്ട്. ഇവന്മാർക്ക് ഇതൊന്നും ഏശിയില്ലേ എന്ന് മോക്ക് ചോദിക്കുന്നുണ്ട്. ഇയോറി ഇപ്പൊ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ ആകെ ബാലൻസ് പോയി നിൽക്കുകയാണ്. ചിഹിരോ ഇപ്പോൾ ഓടിച്ചെന്ന് സാമുറയോട് പറയുന്നുണ്ട്, മിസ്റ്റർ സാമുറ ഒരു എക്സ്ക്യൂസും പറയാൻ നിൽക്കണ്ട, പോയി നിങ്ങളുടെ മകളെ പ്രൊട്ടക്ട് ചെയ്യ്. ഇപ്പോൾ ഇയോറിയുടെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് ആ യാക്കൂസ മെമ്പേഴ്സ്. സാമുറ ഇപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ചെന്നിട്ട് വട്ടത്തിൽ എല്ലാത്തിനെയും അരിഞ്ഞു തള്ളുന്നുണ്ട്. അല്ല ചിഹിരോ, നീ ഇതിപ്പോൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് മോക്ക് ചോദിക്കുന്നു. ഈ പണി ഒപ്പിച്ചു വെച്ച മന്ത്രവാദിയെ പിടിക്കാനാണെന്ന് ചിഹിരോ പറയുന്നുണ്ട്. ഇപ്പോൾ ഹിരുഹിക്കോയും ഡോട്ടോയും ഈ ഹോട്ടലിലെ ഒരു ഫ്ലോറിൽ ടെലിപ്പോർട്ടായി വന്നിരിപ്പുണ്ട്. കുമയൂരി വളരെ യൂസ്ഫുൾ ആണെന്ന് ഹിരുഹിക്കോ പറയുന്നു. ടോട്ടോ ഇപ്പോൾ പറയുന്നുണ്ട്, നോക്കൂ ഹിരുഹിക്കോ, നിന്റെ മുറിവുകൾ വളരെ ഗുരുതരമാണ്, നമുക്ക് കുമയൂരിയുടെ പവർ ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാം, നീ ഇപ്പൊ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഹിരുഹിക്കോ ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് റിസ്ക് എടുത്തേ പറ്റൂ, ഇപ്പൊ വിട്ടാ ഇനി ഇതുപോലെ നല്ലൊരു ചാൻസ് വേറെ കിട്ടിയെന്ന് വരില്ല, അയാളുടെ മകളെ ഇന്ന് ഇവിടെ വെച്ച് തൂക്കണം. ഇപ്പൊ ടോട്ടോയ്ക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ ഇവൻ ചുമ്മാ തള്ളുന്നതാണ്. ഇവന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ചിഹിരോയുമായിട്ടുള്ള ആ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുക. അതായത് ഒരു വീഡിയോ ഗെയിം വീണ്ടും ഒന്നുകൂടി കളിക്കാനുള്ള ഒരു കുട്ടിയുടെ കൗതുകമില്ലേ, അതുപോലത്തെ ഒരു കൗതുകം മാത്രമാണ് നിനക്കിപ്പോൾ ഉള്ളതെന്ന് ടോട്ടോ ഹിരുഹിക്കോയോട് പറയുന്നു. അത് നിനക്ക് മനസ്സിലായല്ലേ എന്നിപ്പോൾ ഹിരുഹിക്കോ ചോദിക്കുന്നു. നിന്നെ എത്ര നാളായിട്ട് ഞാൻ കാണുന്നതാ മോനെ എന്നിപ്പോൾ അവളും പറയുന്നുണ്ട്. ഇനി ക്വിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, ഒരു റൗണ്ട് കൂടെ പോവും. മാത്രമല്ല അവനും ദേ ഇങ്ങ് എത്തി എന്ന് ഹിരുഹിക്കോ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കറുത്ത ഗോൾഡ് ഫിഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോഴാണ് ചിഹിരോ അത് റിവീൽ ചെയ്യുന്നത്. അതായത് ആദ്യം ചിഹിരോ ഉപയോഗിച്ച ആ കുറോ ഷ്രെഡ് ഉണ്ടല്ലോ, അത് ഇവനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗോൾഡ് ഫിഷിനെ വിടാൻ വേണ്ടിയായിരുന്നു. അതായത് ഹിരുഹിക്കോ അവിടെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയതാണെന്ന് ചിഹിരോ ആദ്യമേ സെൻസ് ചെയ്തു. കുമയൂരിയുടെ എബിലിറ്റിയെ പറ്റിയൊക്കെ അതിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള റോക്ക് ഹിര കഴിഞ്ഞാൽ ഏറ്റവും നല്ലപോലെ അറിയാവുന്നത് ചിഹിരോയ്ക്കാണല്ലോ. സോ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഹിരുഹിക്കോ അത് വെച്ച് അധികം ദൂരമൊന്നും പോയി കാണാൻ വഴിയില്ല, ഈ ഹോട്ടലിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് ചിഹിരോയ്ക്ക് അറിയായിരുന്നു. പിന്നെ നിഷിക്കിയുടെ പവർ ഉപയോഗിച്ച് ചിഹിരോ അവന്റെ ഇയർ ബാലൻസും സെറ്റാക്കി. സോ ആ ബാൻക്വറ്റിന്റെ പവർ നീ ചിഹിരോയുടെ മേലെ ഏശില്ല. സോ ചിഹിരോ ഇപ്പോൾ അവിടെ ആ കോറിഡോറിൽ വന്ന് നിപ്പുണ്ട്. ഇയോറിയെ എന്തു വന്നാലും ഞാൻ ക്യാപ്ചർ ചെയ്തിരിക്കും, ആൻഡ് ഈ സമയം ജയിക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് ടോട്ടോയുടെ അടുത്ത് ഹിരുഹിക്കോ പറയുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ചിഹിരോ നിഷിക്കിയുടെ പവർ വെച്ചിട്ട് ജെറ്റ് സ്പീഡിൽ ഹിരുഹിക്കോയ്ക്ക് നേരെ പോകുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുന്നു. ടോട്ടോയൊക്കെ തെറിച്ച് ദൂരെ പോയിട്ടുണ്ട്. ഇത്തവണ നീ ഞാനുമായിട്ട് ഫൈറ്റിന് വരുന്നുണ്ടെങ്കിൽ അതെന്നെ കൊല്ലാൻ ഉറപ്പിച്ചിട്ടായിരിക്കണമെന്ന് ഹിരുഹിക്കോ ചിഹിരോയോട് പറയുന്നുണ്ട്. ഇത്രയും നേരം നീ കുമയൂരി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ എന്തായാലും നീ അത് പുറത്തെടുത്തല്ലോ, സോ ഇനി നിന്നെ കൊല്ലുന്നതിൽ എനിക്ക് ഒരു സീനും ഇല്ല എന്ന് ചിഹിരോയും പറയുന്നു. ഇപ്പോൾ റൂഫ് ടോപ്പിലെ ഇയോറി ആണെങ്കിൽ സാമറയോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങാൻ നിൽക്കുകയാണ്. സീൻ ഇപ്പോൾ നേരെ ടോക്കിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. യൂറയും ആ തൊപ്പി വെച്ച മന്ത്രവാദി ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് സംസാരിക്കുകയാണ്. യൂറ പറയുന്നുണ്ട്, ഇപ്പോൾ ഹിഷാക്കുവിന്റെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയുധമാണ് സൈച്ചി സാമുറ. അവനെ കൃത്യമായിട്ട് ഉപയോഗിച്ച് നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ നേട്ടത്തിന് വേണ്ടി അവനെ സാക്രിഫൈസ് ചെയ്യണം, അതാണ് അവന്റെ വിധി. സോ ഗൈസ്, ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഈ പ്രസന്റിൽ നിന്ന് കുറച്ച് പിന്നിലോട്ടാണ്. കാര്യം ഇപ്പോഴും നമുക്ക് ആ ഔൾ സിഗ്നല് ആകാശത്ത് കാണാം. യൂറ ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, സാമുറയുടെ ഈ വിധി അതൊന്നുകൂടി ഒന്ന് സീല് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ താക്കോലാണ് അവന്റെ മകൾ. ഇപ്പോൾ ക്യോട്ടോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് 2 അമ്പുകൾ എയ്യാനുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് യൂറ താഴേക്കാണ് കൈ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിന് താഴെ അവിടെയാണ് ഷിനുച്ചി ഉള്ളതെന്ന് യൂറ പറയുന്നു. ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലുള്ള കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിലെ ഷിനുച്ചിയുടെ സീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ആ തൊപ്പി വെച്ച മന്ത്രവാദി ഇപ്പോൾ പറയുന്നുണ്ട്, കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഒത്ത നടുക്കായിട്ടാണ് സാധനം ഇരിക്കുന്നത്, അത് കുറച്ച് പണിയാണ്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ മേലേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ തൊപ്പി വെച്ച മന്ത്രവാദി ഇപ്പോൾ മേലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഭണ്ഡാരം, ഇതിപ്പോൾ നമുക്ക് നല്ല പണിയാവുമെന്നാണല്ലോ തോന്നുന്നത്. കാര്യം എന്താണെന്ന് നോക്കിയാൽ ആ ഔൾ സിഗ്നൽ ആകാശത്തുനിന്ന് മറഞ്ഞുപോയി. നമ്മുടെ പണി തുടങ്ങാൻ സമയമായി എന്ന് യൂറ പറയുന്നു. ആ തൊപ്പി വെച്ച മന്ത്രവാദി ഇപ്പോൾ മുട്ടുകുത്തിയിരുന്നിട്ട് അയാളുടെ കൈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അവിടുന്ന് മരക്കൊമ്പുകൾ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ആ നല്ലൊരു ക്ലാഷിലെ ചിഹിരോയും ഹിരുഹിക്കോയും 2 സൈഡിലേക്ക് തെറിച്ചു പോയിരിക്കുകയാണ്. ബാങ്ക്വറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചിഹിരോ അവൻ്റെ ഇയർ ബാലൻസ് നിഷിക്ക് വെച്ചിട്ട് പവറപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഹിരുഹിക്കോ ശ്രദ്ധിക്കുന്നു.
അതേപോലെ തന്നെ ചിഹിരോയുടെ ഫുൾ പൊട്ടൻഷ്യൽ അവൻ ഹിരുഹിക്കോയുമായിട്ടുള്ള ഈ ഫൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും ഹിരുഹിക്കോ ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ചിഹിരോ സാമുറയാണ് ഒരു യഥാർത്ഥ എതിരാളിയായിട്ട് കാണുന്നത്. പുള്ളിയുമായിട്ടുള്ള ഫൈറ്റിൽ എനർജി വേണമല്ലോ. ഇപ്പോൾ ഇത് ഹിരുഹിക്കോയ്ക്ക് ക്ഷീണമായി. സോ അവൻ പറയുന്നുണ്ട്, ഞാനെന്ന് ആദ്യം പോയി സാമുറയെ കൊല്ലാം. കാര്യം ചിഹിരോ അവനുമായിട്ട് ഫുൾ പൊട്ടൻഷ്യലി ഫൈറ്റ് ചെയ്യണമെന്ന് ഹിരുഹിക്കോയ്ക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ടോട്ടോ ആണെങ്കിലും പറയുന്നുണ്ട്, ഹിരുഹിക്കോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്തോളാനാണ് യൂറ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായാലും അവസാനം ടോബിമുനെ കൈക്കലാക്കിയിരിക്കണം, അത്രേ ഉള്ളൂ യൂറയ്ക്ക്. അത് ഞാൻ ഏറ്റു, നീ എന്നാ പോയി ഒളിച്ചോന്നിപ്പോൾ ടോട്ടോയുടെ അടുത്ത് ഹിരുഹിക്കോ പറയുന്നു. എന്നിട്ടിപ്പോൾ അവൻ കുമയൂരിയുടെ അടുത്ത ഒരു എബിലിറ്റി യൂസ് ചെയ്യാൻ പോവാണ്, പ്ലേ. ഈ പ്ലേ എന്ന് പറയുന്ന എബിലിറ്റി വെച്ചിട്ട് അവൻ അവൻ്റെ അടുത്തുള്ള വസ്തുക്കളെല്ലാം ഫ്രീ ആയിട്ട് കൺട്രോൾ ചെയ്യാം. നമ്മുടെ വൺ പീസിലെ ഡോഫ്ലാമിംഗോയുടെ പവർ പോലെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ നോക്കി ആ പ്ലേ വെച്ചിട്ട് ഇവൻ കൺട്രോൾ ചെയ്യുന്നത് അവിടെ കിടക്കുന്ന യാക്കൂസ മെമ്പേഴ്സിന്റെ ശവങ്ങളെയാണ്. സാമുറ ആ വെട്ടിക്കൊന്നിട്ടിരിക്കുന്ന യാക്കൂസ ടീമൊക്കെ ഇപ്പൊ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ നോക്കുമ്പോൾ തലയില്ലാത്ത ബോഡിയൊക്കെ എഴുന്നേറ്റ് വരുന്നു. ചിഹിരോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ശവങ്ങളെയൊക്കെയാണോ ഇവൻ വസ്തുക്കളായിട്ട് കാണുന്നത്? വല്ലാത്തൊരു മൈൻഡ് തന്നെ. ഇപ്പൊ ഇത് വെച്ചിട്ട് ഇവൻ എന്ത് കോപ്പി ചെയ്യാനാന്ന് ചിഹിരോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഹിരുഹിക്കോ ഇപ്പൊ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ബാങ്ക്വെറ്റും കൂടെ പ്രയോഗിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ബാങ്ക്വെറ്റില് നിഷിക്ക് ഉപയോഗിച്ച് പവറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിഹിരോയുടെ ബാലൻസ് പോകുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇവൻ നിസാരക്കാരനല്ല, ഇവൻ ഈ എൻചാന്റഡ് ബ്ലേഡ് മാസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെയും അതേപോലെ തന്നെ റൂഫ് ടോപ്പിലുള്ള കാര്യങ്ങൾ ഒരേ സമയം ഇവ മാനേജ് ചെയ്യുന്നുണ്ട്. ഫുള്ള് പവറും എടുത്ത് പെട്ടെന്ന് ഇത് ഫിനിഷ് ചെയ്യാനാണ് ഇവ നോക്കുന്നതെന്ന് ചിഹിരോ ചിന്തിക്കുന്നു. ഹിരുഹിക്കോയ്ക്ക് ഇപ്പോൾ ആ മുറിവുകളൊക്കെ പറ്റിയിട്ട് ആകെ വയ്യ. എന്നാലും അവൻ ചിന്തിക്കുന്നുണ്ട്, 2 തവണ ഞാൻ ചിഹിരോയ്ക്ക് മുന്നേ തോറ്റു, ഇനി അതുണ്ടാവാൻ പാടില്ല. സോ അവനിപ്പോൾ എനിക്ക് നേരെ അവൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഞാനും മാക്സിമം എഫേർട്ട് ഇട്ട് അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. അതിലേക്കുള്ള ആദ്യ പടിയായിട്ട് സാമുറ എനിക്ക് തീർത്തേ പറ്റൂന്ന് ഹിരുഹിക്കോ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ റൂഫ് ടോപ്പിലുള്ള ആളുകളെല്ലാം ഇപ്പോഴും ബാങ്ക്വെറ്റിന്റെ ആ ഒരു കൺട്രോളിലാണ്. മോക്കുവാണെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, വേറൊരു നാറി ഉണ്ടായിരുന്നല്ലോ, അവൻ എന്ത് ചെയ്യുന്നു? കുഗുരിയുടെ കാര്യമാണ്. റോ ആണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, സാമുറ വന്നപ്പോഴത്തേക്കും അവൻ സ്ഥലം വിട്ടു. ഇപ്പൊ മെയിൻ പ്രശ്നം അതല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് കിടക്കണം. ഇപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഹിരുഹിക്കോ ആ പ്ലേ ടെക്നിക്ക് ഉപയോഗിച്ച് കുറെ ശവങ്ങളെ റൂഫ് ടോപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ശവങ്ങളെല്ലാം ഇപ്പോൾ ഈ സാമുറയ്ക്കൊക്കെ നേരെ വരികയാണ്. ഹിരുഹിക്കോ ഇപ്പോൾ ചിഹിരോയോട് പറയുന്നുണ്ട്, അതായത് സോട്ട് മാസ്റ്ററിനെ കൊല്ലണം എന്നുള്ള ആ ഒരു മിഷനിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് പൊക്കോണ്ടിരിക്കുകയായിരുന്നു സാമുറ. പക്ഷെ ഇപ്പോൾ അയാളുടെ ആ മിഷന് ചെറിയൊരു ഡീവിയേഷൻ വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അയാൾക്ക് അയാളുടെ മകളെ കൂടെ സംരക്ഷിക്കണം. ഇപ്പോൾ ഫൈറ്റിംഗ് പവറിൽ സാമുറ ഭയങ്കര സംഭവമായിരിക്കും, പക്ഷെ അയാളുടെ ഉള്ളു ഭയങ്കര ലോലമാണെന്ന് ഹിരുഹിക്കോ പറയുന്നു. അതെന്തായാലും എനിക്ക് ഗുണമായി എന്നും അവൻ പറയുന്നുണ്ട്. യൂറ ഹിരുഹിക്കോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു നോർമൽ മനുഷ്യനെക്കാട്ടിലും 2 ഇരട്ടി സെൻസിറ്റീവ് ആണ് സാമുറ എന്ന്. സോ അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് ഈ ബാങ്ക്വെറ്റിന്റെ പവർ ഉപയോഗിച്ച് സാമുറയുടെ മോശം ഓർമ്മകളെ അയാളുടെ മൈൻഡിലേക്ക് എത്തിച്ച് അങ്ങനെ മെന്റലി തളർത്താനാണ് ഹിരുഹിക്കോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇയോറി ആ കിടന്ന് കരഞ്ഞപ്പോൾ ഡോറ് തുറക്കാനായിട്ട് ചെല്ലുന്ന ഓർമ്മയൊക്കെ സാമുറയുടെ മൈൻഡിലേക്ക് വരികയാണ്. സാമുറ ഇപ്പോൾ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, കാം ഡൗൺ, ഇത് വെറും ഹാലൂസിനേഷൻ മാത്രമാണ്. ഇപ്പോൾ പുള്ളി ഇങ്ങനെ ഈ അറച്ചു നിൽക്കുന്ന ടൈമിൽ ഹിരുഹിക്കോ കൺട്രോൾ ചെയ്യുന്ന യാക്കൂസ ശവങ്ങൾ ഇപ്പോൾ നേരെ ഇയോറിയെ ലക്ഷ്യമാക്കി ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഉടനെ ഇയോറിയുടെ മുന്നിൽ കയറി നിന്നിട്ട് അറ്റാക്ക് എല്ലാം സാമുറ ഏറ്റുവാങ്ങുകയാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇയോറി ഞെട്ടുന്നുണ്ട്. റോ ആണെങ്കിലും മിസ്റ്റർ സാമുറ എന്ന് വിളിച്ച് അലറുന്നുണ്ട്. ഇപ്പോൾ ഈ വലിയൊരു അറ്റാക്ക് സാമുറയെ അയാളുടെ ഹാലൂസിനേഷൻസിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹിരുഹിക്കോ ഇപ്പോൾ ചിഹിരോയോട് പറയുന്നുണ്ട്, കണ്ടോ, നിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് നീ എന്നോട് ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും ഉണ്ടാവുക. സ്വാതന്ത്ര്യത്തോട് ഇപ്പോൾ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാടാ. ഇപ്പോൾ ചിഹിരോയും ഹിരുഹിക്കോയും വീണ്ടും പരസ്പരം ക്ലാഷ് ചെയ്യുന്നുണ്ട്. ചിഹിരോ, ഇനിയും നിന്റെ ഫുൾ പവറിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വാന്ന് ഹിരുഹിക്കോ പറയുന്നു. ആ ശവങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഉടനെ ഇപ്പോൾ ആ സൈഡിലെ ഡോറൊക്കെ തുറന്നിട്ട് കുറെ കറുത്ത തൂവലുകൾ വന്നിട്ട് ഈ ശവങ്ങളെ അങ്ങ് മൂടുകയാണ്. ചിഹിരോ ഇപ്പോൾ ഹിരുഹിക്കോയോട് ചോദിക്കുന്നുണ്ട്, സാമുറയെ പോലെ അത്രയും വലിയൊരു മാസ്റ്റർ ഇത്ര പെട്ടെന്ന് തോക്കുമെന്ന് നീ ചിന്തിച്ചല്ലോടാ, അങ്ങേരെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തല്ലോ. ഒരു ലോഡ് കറുത്ത തൂവലുകൾ ഇപ്പോൾ അവിടെ ഇങ്ങനെ നിറയുകയാണ്. ഇത് കണ്ട് ഹിരുഹിക്കോ ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുന്നുണ്ട്. റൂഫ് ടോപ്പിൽ ഇപ്പോൾ ഇയോറി അവിടെ നിൽപ്പുണ്ട്, അവളുടെ ചുറ്റും കുറച്ച് ശവങ്ങളും ഉണ്ട്. അവളിങ്ങനെ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. മാസുമി ടീമും പിന്നെ ഇക്കുറയൊക്കെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നു. കുഗുരി ഇപ്പോൾ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട്. അവനിങ്ങനെ ചിന്തിക്കുകയാണ്, എത്ര അത്ഭുതങ്ങൾ ഞാനിന്ന് കണ്ടു. ആദ്യം ചിഹിരോയുടെ വെട്ടുകൊണ്ട് ഹിരുഹിക്കോ ചത്തെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൻ കുമയൂരിയും പിടിച്ചോണ്ട് നിൽക്കുന്നു. പിന്നെ സാമുറ വന്നിട്ട് ഹിരുഹിക്കോയുടെയും ടോട്ടോയുടെയും തല വെട്ടി. പിന്നെയാണ് മനസ്സിലായത് അത് ഹാലൂസിനേഷൻ ആയിരുന്നു എന്ന്. ഇപ്പോൾ ദേ ലാസ്റ്റായിട്ട് കണ്ട സംഭവം അതൊരു 1.5 സംഭവമായിരുന്നു. ഇപ്പോൾ എന്താണ് ആ സംഭവം എന്ന് നോക്കിക്കഴിഞ്ഞാൽ സാമുറയ്ക്ക് അത്രയും കുത്തേറ്റു. ചോരയൊക്കെ ചന്നം പിന്നം തെറിക്കുകയാണ്. മുറിവുകളെല്ലാം ഞാൻ ഏറ്റുവാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് സാമുറ ഇപ്പോൾ സുസാക്കു എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. ഉടനെ ഇപ്പോൾ ആ മുറിവുകളിൽ നിന്നെല്ലാം ഫ്ലെയിംസ് വന്നിട്ട് അത് ഹീലാവുകയാണ്.
ടോബി മുനയുടെ ആ തൂവലുകളിലൊക്കെ ഇപ്പോൾ ഫ്ലെയിംസ് ഇങ്ങനെ കാണാം. ഇപ്പോൾ ഹിരുഹിക്കോയുടെ അടുത്തേക്ക് ആ കറുത്ത തൂവലുകൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് അവനിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ അതിനുള്ളിൽ നിന്ന് സാമുറയുടെ ശബ്ദം കേൾക്കാം. പുള്ളി ഹിരുഹിക്കോയോട് പറയുന്നുണ്ട്, നീ ആളൊരു മിടുക്കനാണല്ലോടാ ചെറുക്ക, പക്ഷെ കാണിച്ച മിടുക്ക് ഇത്രയും മതി, ഇനി നിന്റെ ഷോയ്ക്ക് ഞാൻ കർട്ടനിടാൻ പോവാ. ഇതും ഒരു കിടിലം പാനലാണ്. സാമുറയുടെ കണ്ണിൽ നിന്നൊക്കെ ഫ്ലെയിംസ് വരുന്നത് കാണാം. നമ്മളെ ഇപ്പോൾ ഒരു ആർട്ട് എക്സിബിഷനാണ് കാണിക്കുന്നത്. അതിൻ്റെ നടത്തിപ്പുകാരൻ ഇപ്പോൾ ഒരു പെയിന്റിങ്ങിനെ പറ്റി വിവരിക്കുന്നുണ്ട്. ഇതൊരു മാസ്റ്റർ പീസാണ് ഈ ഫിനിക്സിന്റെ പെയിന്റിങ് എന്ന് അയാൾ പറയുന്നു. നമ്മളെ ഇപ്പോൾ ആ പെയിന്റിങ് കാണിക്കുന്നുണ്ട്. മരണശേഷം സ്വയം കത്തിജ്വലിച്ചിട്ട് അതിൻ്റെ ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മിത്തിക്കൽ പക്ഷി ഫിനിക്സ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ പക്ഷിയെ പറ്റി പല പല മിത്തുകളാണുള്ളത്. ഇതിന്റെ പേരിനെ പറ്റിയും പവറിനെ പറ്റിയും ഒക്കെ ഒരുപാട് തിയറികൾ നിലവിലുണ്ട് എന്ന് ഈ നടത്തിപ്പുകാരൻ ഇപ്പോൾ പറയുന്നു. അതൊന്നും വെറും മിത്തുകളല്ല എന്നിപ്പോ തലമുട്ടയടിച്ച ഒരു പുള്ളി ഈ നടത്തിപ്പുകാരന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്. അയാളാണ് കൻറിയു യോഷിദ, ഈ ഫിനിക്സ് പെയിന്റിങ് വരച്ചയാള്. സെയ്റ്റേ യുദ്ധത്തിൽ ഞാൻ നേരിൽ കണ്ട ഒരു സീനാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇയാൾ പറയുന്നു. ആൻഡ് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ മനുഷ്യൻ ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിരുന്നു, സുസാക്കു. സോ ഇപ്പൊ ഈ പവർ വെച്ച് സാമുറ ഇങ്ങനെ ഹിരുഹിക്കോയുടെ മുന്നിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ്. പുള്ളി എന്നിട്ട് ഹിരുഹിക്കോനോട് പറയുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഇനി നിന്റെ പവർ ഒന്നും ഫലിക്കാൻ പോകുന്നില്ല, പുനർജനിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇമ്മോർട്ടൽ ആണോ എന്ന് ഇപ്പോൾ ഹിരുഹിക്കോ ചോദിക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, സുസാക്കു ഫിനിക്സിന്റെ പവർ. ബോഡി ഫുള്ള് ഹീലാക്കിയിട്ടും പുള്ളി ഇപ്പോഴും കണ്ണ് ഹീൽ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് ചിഹിരോ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ഇപ്പോൾ ഹിരുഹിക്കോയുടെ ബാക്കിൽ ടോബി മുനയുടെ 2 തൂവലുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ സാമുറ ഷിഫ്റ്റ് ആയി വരുന്നുണ്ട്. ചിഹിരോയും ഹിരുഹിക്കോയും രണ്ടുപേരെയും വെട്ടാനായിട്ടാണ് പുള്ളിയുടെ ഉദ്ദേശം. ഹിരുഹിക്കോ ബാങ്ക്വെറ്റ് പ്രയോഗിക്കുന്നുണ്ട്, ചിഹിരോ ആണെങ്കിൽ നിഷിക്ക് പ്രയോഗിക്കുന്നു. അങ്ങനെ ഈ 3 എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ഒരു കിടിലം ക്ലാഷ് ആണ് നടക്കുന്നത്. അതിന്റെ ആ ഒരു പവറിൽ അവരാ നിൽക്കുന്ന ഒരു ഫ്ലോർ മൊത്തമായിട്ട് സ്ലാഷ് ആയി പോകുന്നുണ്ട്. ഇപ്പോൾ 3 പേരും 3 സൈഡിലേക്ക് തെറിച്ചു പോയിരിക്കുകയാണ്. ഹിരുഹിക്കോ ഒരു സൈഡിലേക്ക് തെറിച്ചു പോയി നിൽക്കുന്നത് കാണാം. അവനാണെങ്കിൽ ഇപ്പോൾ ആകെ വയ്യാതിരിക്കുകയാണ്. അവന്റെ ദേഹത്ത് ഈ സാമുറയുടെ അറ്റാക്കിന്റെ ഫ്ലെയിംസ് ഒക്കെ ഉണ്ട്. അതവനിങ്ങനെ തട്ടി അണച്ചു കളയുന്നു. അവനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഈ ഫ്ലെയിംസ് വെച്ച് സാമുറയ്ക്ക് അങ്ങേരുടെ ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാനും കഴിയും. പിന്നെ അയാളുടെ ബോഡി ഹീൽ ചെയ്യാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ ഈ ബാങ്ക്വെറ്റ് പോലെയുള്ള തളർത്തുന്ന എഫക്റ്റ് ഒന്നും ഇനി അയാളുടെ മേൽ പ്രയോഗിക്കാനും പറ്റില്ല. അതിനെയെല്ലാം ഈ ഫ്ലെയിംസ് ന്യൂട്രലൈസ് ചെയ്യുമെന്നും ഹിരുഹിക്കോ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ചിഹിരോയുടെ മേലും ഇനി ബാങ്ക്വെറ്റ് വർക്കാവില്ല. അവൻ നിഷിക്ക് നല്ല രീതിക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഇവർക്കെതിരെ കുമയൂരിയുടെ 3ാമത്തെ എബിലിറ്റി ആയിട്ടുള്ള പ്ലേ മാക്സിമം പവറിൽ ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാമെന്ന് ഹിരുഹിക്കോ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഈ പ്ലേ എന്ന് പറയുന്ന എബിലിറ്റി നമുക്കറിയാം, അടുത്തുള്ള ഒബ്ജക്ട്സിനെ തൻ്റെ ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ യൂസർ ആ ഒബ്ജക്റ്റ് അതേതാണോ അതിൻ്റെ സ്ട്രക്ചറുമായിട്ടൊക്കെ നല്ല ഫെമിലിയർ ആയിരിക്കണം. മാത്രവുമല്ല ഒരു റെസ്പെക്റ്റോടു കൂടി വേണം ആ ഒബ്ജക്റ്റിനെ കാണാനായിട്ട്. എങ്കിലേ കൃത്യമായിട്ട് ആ യൂസറിന് അത് ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ ഹിരുഹിക്കോ ചൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ശവങ്ങളാണല്ലോ. 3ാമത്തെ വയസ്സിൽ കൊലപാതകം തുടങ്ങിയവനാണ് ഹിരുഹിക്കോ. ഇപ്പോൾ അവൻ ആദ്യമായിട്ട് ഒരാളെ കടിച്ചു കീറി കൊന്നുവെന്ന് മുൻപ് പറഞ്ഞ ആ ഒരു സീനൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. സോ അവനെ സംബന്ധിച്ച് ഈ കൊലപാതകം എന്ന് പറയുന്ന സംഭവത്തിന് വലിയ അർത്ഥമൊന്നുമില്ല, ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി. അതുകൊണ്ട് തന്നെ അവന് മനുഷ്യജീവനോടോ മറ്റെന്ത് ഒബ്ജക്റ്റിനോടോ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഒരു റെസ്പെക്റ്റ് അതില്ല, എല്ലാത്തിനോടും വെറുപ്പ് മാത്രം. അതുകൊണ്ട് തന്നെ പ്ലേ ഏറ്റവും മോശമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസറാണ് ഹിരുഹിക്കോ. സോ ഇപ്പോൾ ചിഹിരോയും സാമുറയും എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഹിരുഹിക്കോ ആണെങ്കിൽ പ്ലേ യൂസ് ചെയ്യാനായിട്ട് പോകുന്നു. റൂഫ് ടോപ്പിൽ ഇപ്പോൾ റോയും മാക്കിയും ഇയോറിയും നിപ്പുണ്ട്. ഇപ്പോൾ ആ റൂഫ് ടോപ്പ് ഇങ്ങനെ കുലുങ്ങുന്നത് പോലെ അവർക്ക് തോന്നുന്നുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ, പ്ലേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോശം യൂസർ ആയിരിക്കും ഹിരുഹിക്കോ. ഇപ്പൊ ആ ഒരു വീക്ക്നെസ് ഹിരുഹിക്കോ ഇവിടെ അവന് ഗുണമാകുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണ്. അതായത് അവനൊരു ഒബ്ജക്റ്റിനെ പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുത്തൻ അതിനുവേണ്ടി മാക്സിമം പവറിൽ ശ്രമിക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് ബ്രേക്ക് ആവുകയാണ്. ഇവിടെ ഹിരുഹിക്കോ ഒബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മൊത്തം ക്യോട്ടോ ബ്ലഡ് ഷെഡ് ഹോട്ടലിനെയാണ്. ചിഹിരോ ഇപ്പോൾ ഇവന്റെ ഈ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് ഞെട്ടുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ ഗെയ്ഷ രൂപത്തിലുള്ള സ്പിരിറ്റ് എനർജി ഹോട്ടലിനെ മൊത്തമായിട്ട് വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. സോ ഇപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിഹിരോയുടെ ഒക്കെ ബാലൻസ് തെറ്റി പോകുന്നുണ്ട്. റൂഫ് ടോപ്പിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. സാമുറ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇത് ഹാലൂസിനേഷൻ ഒന്നും അല്ല, ഇവൻ ശരിക്കും ഈ ബിൽഡിംഗ് നശിപ്പിക്കുകയാണ്. എന്റെ പവർ നീ വർക്കാവില്ലെന്നല്ലേടോ താൻ പറഞ്ഞത്. ഞാൻ എന്റെ ആ പവർ ഉപയോഗിച്ച് ഈ ബിൽഡിംഗ് തന്നെ നശിപ്പിക്കാൻ പോവാ. ഇപ്പൊ ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കുറെ അവശിഷ്ടങ്ങളും അതേപോലെ തന്നെ ഈ പ്ലേ ഉപയോഗിച്ച് ഹിരുഹിക്കോ സമ്മൺ ചെയ്തിരിക്കുന്ന കുറെ ശവങ്ങളും ഒക്കെ കൂടെ ഓരോ ഫ്ലോറിൽ നിന്നും പൊളിഞ്ഞിങ്ങനെ ഈ ചിഹിരോ നിൽക്കുന്നിടത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും മുറിവുകളൊക്കെ പറ്റി ക്ഷീണിച്ചിരുന്നിട്ടും ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ആ ഹിരുഹിക്കോയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്നോർത്ത് ചിഹിരോ വണ്ടർ അടിക്കുന്നുണ്ട്. ഹിരുഹിക്കോയ്ക്ക് ഇപ്പോൾ എല്ലാത്തിനോടും ഒരു വെറുപ്പായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. കൊലപാതകമൊക്കെ ചെയ്യാൻ അവൻ ഒരു മടിയില്ലായിരുന്നു. അങ്ങനെയുള്ള ഹിരുഹിക്കോ സ്പെഷ്യലായിട്ട് കണ്ട ഒരേ ഒരാളേ ഉള്ളൂ, ചിഹിരോ.
നീയുമായിട്ടുള്ള ഫൈറ്റേ എനിക്ക് കുറച്ച് അർത്ഥമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളൂ എന്ന് ചിഹിരോയുടെ അടുത്ത് ഹിരുഹിക്കോ പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും തമ്മിൽ എൻചാന്റഡ് ബ്ലേഡ്സ് ഉപയോഗിച്ചുള്ള ഒരു കിടിലൻ ബാറ്റിൽ, അതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഇപ്പോൾ എത്ര വയ്യാതെ കടന്നു എന്ന് പറഞ്ഞാലും എന്റെ ഫുൾ എനർജി എടുത്ത് ഞാൻ പോരാടുമെന്ന് ഹിരുഹിക്കോ പറയുന്നു. ഇപ്പോൾ ഇമ്മോർട്ടാലിറ്റി പോലത്തെ വലിയ പവറൊക്കെ സാമുറയ്ക്ക് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ കൂടി കാണില്ല എന്ന് ഹിരുഹിക്കോ ചിന്തിക്കുന്നു. ഉദാഹരണത്തിന് ഈ ക്ലൗഡ് ഗൗജറിൽ നിന്ന് ഒരു മെയ് അറ്റാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മെയ് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് സമയത്തിന്റെ ഇന്റർവൽ വേണമല്ലോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ സാമുറയ്ക്ക് ഉണ്ടാകുമെന്ന് കരുതിയിട്ട് സാമുറയ്ക്ക് നേരെ ഇപ്പൊ കുറെ ശവങ്ങളെ ഹിരുഹിക്കോ വിടുന്നുണ്ട്. ഇപ്പോൾ അവന്മാരെ എല്ലാം ഇങ്ങനെ വെട്ടി തള്ളിയിട്ട് സാമുറ ഈ ഹോട്ടലിന്റെ പുറത്തേക്ക് ആ ടോബി മുനയുടെ വിങ്സിന്റെ പവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അയാൾ ഓടി രക്ഷപ്പെടുകയാണല്ലോ എന്ന് ഇപ്പൊ ഹിരുഹിക്കോ പറയുന്നു. ഇപ്പൊ ഒരു ജാഥ പോലെ ആ ശവങ്ങളെയെല്ലാം പറന്നു പോകുന്ന സാമുറയ്ക്ക് പുറകെ ഹിരുഹിക്കോ അയക്കുന്നുണ്ട്. ഹിരുഹിക്കോ എന്നിട്ട് ഇപ്പൊ പറയുന്നുണ്ട്, അങ്ങേരെ ഏതെങ്കിലും വഴിക്ക് പോകട്ടെ. ചിഹിരോ, ഇനി നമ്മൾ തമ്മിലുള്ള യഥാർത്ഥ ഫൈറ്റിനുള്ള സമയമാണ്. നിന്റെ എൻചാന്റഡ് ബ്ലേഡിന്റെ ട്രൂ റിലം എനിക്ക് കാണിച്ചതാ. ഫുൾ പൊട്ടൻഷ്യൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വാ എന്നവൻ പറയുന്നു. അങ്ങനെ ചിഹിരോയുമായിട്ടുള്ള ഫൈറ്റിനായിട്ട് ഹിരുഹിക്കോ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് സാമുറ ഇപ്പോൾ പറന്ന് ഹോട്ടലിന്റെ ഏറ്റവും മുകളിൽ ചെന്നിട്ടുണ്ട്. അയാളുടെ തൊട്ട് പുറകെ തന്നെ ആ ശവങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫിനിക്സ് പക്ഷിയെ പോലെ അവിടെ ഫുള്ള് ഫ്ലെയിംസ് ആക്കിയിട്ട് അങ്ങേര് താഴേക്ക് വരികയാണ്. അതായത് അവിടെ ആ ഉണ്ടാക്കിയിരിക്കുന്ന ക്രാക്കിൽ കൂടെ നേരെ ഹിരുഹിക്കോയും ചിഹിരോയും നിൽക്കുന്ന സ്ഥലത്തേക്ക്. ഇയാളിപ്പോ ഈ താഴേക്ക് വരുന്ന ആ സ്ഥലം ഫുള്ള്, ആ ബിൽഡിംഗ് ഫുള്ളായിട്ട് കത്തി എരിയുന്നുണ്ട്. ഹിരുഹിക്കോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഈ ബിൽഡിംഗ് മൊത്തത്തിൽ ബ്ലാസ്റ്റ് ചെയ്ത് ഇയാൾ എനിക്ക് നേരെയാണല്ലോ വരുന്നത്. എന്നെ തീർക്കാനായിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് മൊത്തത്തിൽ കത്തി എരിഞ്ഞു പോയില്ലേ, അതൊന്നും ഇയാൾക്ക് പ്രശ്നമില്ല എന്ന് അവൻ ചിന്തിക്കുന്നു. ടോബി മുനയുടെ മൂന്നാമത്തെ പവറാണ് സുസാക്കു. ഇമ്മോർട്ടലായിട്ടുള്ള ഫീനിക്സ് പക്ഷിയെ പോലെ യൂസറിന് സ്വയം എരിഞ്ഞടങ്ങി അതിൽ നിന്നും പുനർജനിച്ചു വരാനായിട്ട് കഴിയും. സാമുറയെ പോലെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള മാസ്റ്റർ ടോബി മുനെ ഉപയോഗിച്ച് കുറെ ഫൈറ്റ് ചെയ്ത് ആ പവർ എന്തുമാത്രം ഇവോൾവ് ചെയ്ത് കാണും. ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. അതിന്റെ ട്രൂ റിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമുറയ്ക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, അയാൾക്ക് ആ പവർ ഉപയോഗിച്ച് മറ്റുള്ളവരെയും ഹീൽ ചെയ്യാൻ കഴിയും. ആ ആർട്ട് ഗാലറിയിലെ ഫിനിക്സിന്റെ ചിത്രം വരച്ച യോഷിഡ എന്ന് പറയുന്ന പെയിന്റർ ഉണ്ടല്ലോ, സെയ്റ്റേ യുദ്ധത്തിൽ പുള്ളിക്കാരന്റെ ഒരു കൈ അറ്റുപോയതാണ്. അത് ഹീൽ ചെയ്ത് റെഡിയാക്കിയത് സാമുറയാണ്. ആ ഫ്ലെയിംസ് അത് ദൈവികവും കരുണ നിറഞ്ഞതുമാണെന്ന് അയാളിപ്പോൾ ആ കൈ നോക്കി പറയുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യരെ ഹീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വസ്തുക്കളെയും ഹീൽ ചെയ്യാൻ പറ്റും. അതായത് പ്ലേ എബിലിറ്റി ഉപയോഗിച്ച് ഹിരുഹിക്കോ തകർത്ത ആ ബിൽഡിങ് നിമിഷ നേരം കൊണ്ട് ആ ഫ്ലെയിംസിൽ നിറച്ചിട്ട് റീസ്റ്റോർ ചെയ്തിരിക്കുകയാണ് സാമുറ. ഹിരുഹിക്കോയുടെ പണിയെല്ലാം അങ്ങനെ വേസ്റ്റായി. ഇല്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഹിരുഹിക്കോ ഇപ്പൊ കരഞ്ഞോണ്ട് അവിടെ കിടക്കുന്നുണ്ട്. നോക്കുമ്പോ ഇപ്പോ ഹിരുഹിക്കോ തെറിച്ചു പോയി ഒരു ഭിത്തിയിൽ ചാരി ഇങ്ങനെ കിടക്കുകയാണ്. താഴേക്ക് വന്ന സാമുറ അവന്റെ കൈ വെട്ടി അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പുള്ളി അവന്റെ ആ കയ്യിൽ നിന്ന് താഴെ പോയ കുമയൂരി ഇപ്പൊ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്തവണ ഇത് നിന്റെ ഇല്യൂഷൻ അല്ല. അങ്ങനെ ഹിരുഹിക്കോ വീണു. ഇപ്പോൾ ചിഹിരോ സാമുറയുടെ പുറകിൽ നിൽപ്പുണ്ട്. സാമുറ ഇത് ശ്രദ്ധിക്കുന്നു. അവനിപ്പോൾ എൻഡൻ എടുത്തിട്ട് ഫൈറ്റിന് തയ്യാറാവുമ്പോൾ നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഗൈസ്, നിങ്ങൾക്കപ്പോൾ എൻ്റെ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ഒന്ന് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.